വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ ശുചിമുറി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നു. PO ജംഗ്ഷനിലെ സത്രം കോംപ്ലക്സിൽ നടക്കമുള്ള ശുചിമുറി മാലിന്യമാണ് മൂവാറ്റുപുഴയാറിൽ പതിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ ശുചിമുറി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. PO ജംഗ്ഷനിലെ സത്രം കോംപ്ലക്സ്, ബ്ലഡ് ബാങ്ക് കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ ശുചിമുറിയിൽ നിന്നുള്ള പൈപ്പ് തകരാറിലായതോടെയാണ് ശുചിമുറി മാലിന്യം സമീപത്തെ ഓടയിലൂടെ ഒഴുകുന്നത്. പൈപ്പ് തകരുകയും മഴ ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ ശുചിമുറി മാലിന്യം ഓടയിലൂടെ ഒഴുകി മൂവാറ്റുപുഴയാറിൽ പതിക്കുന്ന അവസ്ഥയിലാണ്. നഗരസഭയുടെ കീഴിലുള്ള ഈ 2 ഷോപ്പിംഗ് കോംപ്ലക്സിലായി 100-ലധികം സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. കെട്ടിടത്തിലെ ശുചിമുറിയുടെ ടാങ്കുകൾ സമയബന്ധിതമായി ശുചീകരിക്കാത്തതാണ് പൈപ്പ് തകരാനും റോഡിലൂടെ ഒഴുകാനും കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം കിട്ടിയിരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആകുന്ന ബ്ലഡ് ബാങ്ക് കോംപ്ലക്സ്, രണ്ടാമത് ഈ സത്രം കോംപ്ലക്സ്. ഈ 2 കോംപ്ലക്സിനും കൂടിയുള്ള ഏക ടോയ്ലറ്റ് എന്ന് പറയുന്ന ഈ ചുറ്റത്തോടെ കാണുന്ന 3 ടാങ്കുകളാണ്. ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇത് സ്റ്റക്കായി നിൽക്കുകയാണെന്ന് ഉള്ള വിവരം നമ്മുടെ മുനിസിപ്പൽ അധികൃതരെ അറിയിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ഈ ബിൽഡിങ്ങിൽ തന്നെ ഏകദേശം 10-50 സ്ത്രീ ജീവനക്കാരുണ്ട്. ഇവർക്കൊക്കെ ടോയ്ലറ്റിൽ പോകാനും അപ്പുറത്തെ ബ്ലഡ് ബാങ്ക് കോംപ്ലക്സിലെ സ്ത്രീകൾക്ക് പോകാനും ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ജെൻസ് ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റാണ്. ഇത് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഞാൻ വരുമ്പോൾ അതും നിറഞ്ഞ് കവിഞ്ഞ് പൊട്ടി ഒഴുകുന്ന ദൃശ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ മുനിസിപ്പൽ ചെയർമാൻ വിളിച്ച് പറയുകയും ഉടനെ തന്നെ നോക്കാമെന്ന് പറയുകയും ചെയ്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹെൽത്തിലെ ഒരു ഉദ്യോഗസ്ഥനും 2 വനിതാ ജീവനക്കാരും 2 ക്ലീനിങ് ജോലി ചെയ്യുന്ന 2 സഹോദരന്മാരും ഇവിടെ വന്നു. ഇത് കണ്ടു, അവരിട്ടിട്ട് പോയി. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ 3 ദിവസമായി ഇത് പൊട്ടി ഒഴുകി ഈ റോഡിൽ കൂടി ആ ഓടയിൽ കൂടി നമ്മുടെ ലതാക്കടവിൽ ചെന്ന് ആ വെള്ളമാണ് താഴെ ചെന്ന് വാട്ടർ അതോറിറ്റി അടിച്ചു കലക്കി മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് കുടിവെള്ളമായി കൊടുക്കുന്നത്. പകർച്ചവ്യാധികൾ വ്യാപകമായി പെരുകുന്ന സമയത്ത് ഈക്കോളി ബാക്ടീരിയ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി തന്നെ കലക്കി മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ അടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് ആക്ഷേപം. 100 കണക്കിന് വനിതാ ജീവനക്കാരടക്കം ജോലി ചെയ്യുന്ന കോംപ്ലക്സിൽ ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടത്തുവാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ്. നഗരസഭയുടെ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് വ്യാപാരികളുടെയും ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.